വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം ടോപ്പിക്കിലോട്ട് കടക്കാം. ലെറ്റ് us find the group and period. അതായത് നമ്മളോട് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. നമുക്ക് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും, ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം വെച്ചിട്ട് ആ എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദിസ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഈ എലമെന്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിനർത്ഥം എന്താണ്? ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. 2,8,1 ആണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യം നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. വേറെ ഒരാളെ നോക്കണ്ട. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം. ഇവിടെ നോക്കിയേ, അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും. ഓക്കെ ആണോ? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ ഷെല്ലിലെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും. അതേപോലെ അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1 ആണ്. ഇനി അടുത്ത തന്നെ നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2,8,8,2. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം നോക്കണം. ഇവിടെ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം, വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. അടുത്തത് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2,8,18,3. ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. വേറൊരാളെയും നോക്കണ്ട. അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. ഇവിടെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയോ? ഈ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 10 കൂട്ടണം. നമ്മൾ എന്ത് ചെയ്തു? 3 + 10 = 13. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്തു വെക്കുക, അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2ൽ കൂടുതലുള്ള ഏത് നമ്പർ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 10 കൂട്ടണം. 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2ൽ കൂടുതലുള്ള ഏത് നമ്പർ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 10 കൂട്ടണം. അടുത്ത എക്സാമ്പിൾ നോക്കി. കുറേ ഉണ്ട്, എല്ലാവരും നോക്കണോ? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക. ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7നോട് 10 കൂട്ടണം. 7 + 10 17. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ജസ്റ്റ് പറയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇപ്പോൾ 2,8,4 ആണെന്ന് വിചാരിക്കുക. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,8,4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരെ നോക്കണം? അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം നോക്കുക. അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 4നോട് 10 കൂട്ടണം. 10 + 4 14 ആണ് ഗ്രൂപ്പ് നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണ്. 2,2. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം നോക്കണം. ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓർത്ത് വെക്കുക, ഗ്രൂപ്പ് അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2ൽ കൂടുതലുള്ള ഏത് നമ്പർ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10 കൂട്ടണം. ആരോട് 10 കൂട്ടണം? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 10 കൂട്ടണം. നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിച്ചു കേട്ടോ. എല്ലാവരുടെയും ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പീരീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ആണുള്ളത്. 7 പീരീഡ്സ് ആണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാതെ. ഓക്കെ, തന്നിട്ടുള്ള എലമെന്റ്സ് ഏത് പീരീഡിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം.
ഓക്കെ, അപ്പൊ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, എന്ത് നോക്കണം? ഷെല്ലുകളുടെ എണ്ണം നോക്കാം. ഷെല്ലുകളുടെ എണ്ണം തന്നെയായിരിക്കും പീരീഡ് നമ്പർ. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,8,1 അതായത് ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1, 2, 3 ഷെല്ലുണ്ട്. ഷെൽ നമ്പർ തന്നെയാണ് പീരീഡ് നമ്പർ. ഇവിടുത്തെ പീരീഡ് നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഷെൽ നമ്പർ തന്നെയാണ് പീരീഡ് നമ്പർ. അടുത്തത് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരുന്നത്? 2,8,8,2. ഇവിടെ എത്ര ഷെല്ലാണുള്ളത്? 1, 2, 3, 4. 4 ഷെല്ലാണുള്ളത്. അപ്പൊ പീരീഡ് നമ്പർ എത്രയാണ് വരാ? 4 ആണ് വരാ. അടുത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഷെല്ലുകൾ എണ്ണം നോക്കാം. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 2,8,18,3. എത്ര ഷെല്ലുണ്ട്? 1, 2, 3, 4. 4 ഷെല്ലാണുള്ളത്. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. അപ്പൊ ഈ എലമെന്റും 4ാമത്തെ പീരീഡിലാണ് വരുന്നത്. അടുത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2,8,18,18,7. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 1, 2, 3, 4, 5 ഷെല്ലാണുള്ളത്. ഷെൽ നമ്പർ തന്നെയാണ് പീരീഡ് നമ്പർ. അപ്പൊ ഇവിടെ ഈ എലമെന്റ് 5ാമത്തെ പീരീഡിലെ എലമെന്റ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് നോക്കണം? അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം നോക്കണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം നോക്കണം. അത് 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2ൽ കൂടുതലുള്ള ഏത് നമ്പർ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എണ്ണത്തിനോട് 10 കൂട്ടണം. 2ൽ കൂടുതലുള്ള നമ്പറാണ് വരുന്നതെങ്കിൽ. ഇനി എന്ത് ചെയ്യുക? പീരീഡ് കണ്ടുപിടിക്കുക. പീരീഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്ത്? ഷെൽ നമ്പർ തന്നെയാണ് പീരീഡ് നമ്പർ. എത്ര ഷെല്ലാണുള്ളത് അത് തന്നെയായിരിക്കും നമ്മുടെ പീരീഡ് നമ്പർ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.